കേരള PSCയിലെ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഇപ്പൊ നമുക്കിവിടെ കാണാം ഏറ്റവും ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ പറ്റിയാണ്. അപ്പോൾ ഇംഗ്ലണ്ടിലെ വിപ്ലവം എന്ന് പറയുമ്പോൾ 17ാം നൂറ്റാണ്ടില് അതായത് 1600കളിലൊക്കെ ആയിട്ട് നടന്ന ഇംഗ്ലണ്ടിൽ വെച്ച് നടന്ന പിന്നീട് ലോകത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് കാരണമായി തീർന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഇംഗ്ലണ്ടിലെ വിപ്ലവം. ഇതിനെ ഇംഗ്ലീഷ് വിപ്ലവം എന്നും അല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്നും അങ്ങനെ പല പേരുകളിൽ ചരിത്രത്തിൽ ഈ വിപ്ലവത്തെ പറ്റി നമുക്ക് കാണാൻ പറ്റും. ഇംഗ്ലണ്ടിലെ വിപ്ലവത്തെ പറ്റി നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമ്മുടെ 10ാം ക്ലാസ്സിലെ SCERTയിലെ വിപ്ലവങ്ങളുടെ ആ ഒരു ഭാഗത്തൊന്നും നമുക്ക് കാണാൻ പറ്റൂല. പക്ഷെ NCERTയിലൊക്കെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. എന്നിരുന്നാലും PSCയിലെ എല്ലാ വർഷവും ഒരുപാട് ചോദ്യങ്ങൾ ഇംഗ്ലണ്ടിലെ ഈ മഹത്തായ വിപ്ലവവുമായി ബന്ധപ്പെട്ട് നിരന്തരം ചോദിച്ച് കാണാറുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് തന്നെയാണ്, എന്തായാലും പഠിക്കണം. പിന്നെ രണ്ടാമതായി നമുക്ക് പഠിക്കാൻ വരുന്ന ടോപ്പിക്ക് അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റിയാണ്. അപ്പൊ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്നും അല്ലെങ്കിൽ അമേരിക്കൻ വിപ്ലവം എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഈ ടോപ്പിക്കിനെ വിളിക്കാവുന്നതാണ്. നമുക്കറിയാം ഇന്ന് നമ്മുടെ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാല് കൂടുതലൊന്നും ആലോചിക്കാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അത് അമേരിക്കയാണെന്ന്. അമേരിക്ക എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഈ കാണുന്ന രാജ്യമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോ ഈ ഒരു അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എങ്ങനെയാണ് ലോകത്ത് ഉണ്ടായി വന്നത് എന്നും ഏകദേശം 200 വർഷങ്ങൾക്ക് മുന്നേ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ലോകത്ത് ഉണ്ടായതിന്റെ ചരിത്രവും അവരുടെ സ്വാതന്ത്ര്യ സമരവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ പ്രധാനമായിട്ടും പഠിക്കാൻ വരുന്നത്. 10ാം ക്ലാസ്സിലെ SCERTയിലെ വിപ്ലവങ്ങളുടെ ഭാഗത്ത് ഏറ്റവും ആദ്യം പഠിക്കാൻ വരുന്ന ടോപ്പിക്കാണ് ഈ അമേരിക്കൻ വിപ്ലവം. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ചോദ്യങ്ങൾ എല്ലാ വർഷവും ചോദിക്കാറുള്ള ഒരു ടോപ്പിക് തന്നെയാണ് അമേരിക്കൻ വിപ്ലവം. മൂന്നാമത് നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ പഠിക്കാൻ വരുന്ന ടോപ്പിക്ക് ഒരുപാട് ആൾക്കാർ കേട്ടിട്ടുള്ള ഒരു ടോപ്പിക് ആവും. വിപ്ലവങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പേരാണ് ഫ്രഞ്ച് വിപ്ലവം. ആ ഒരു ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയാണ് മൂന്നാമത് വേൾഡ് ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. ഫ്രഞ്ച് വിപ്ലവം നമുക്കറിയാം ഫ്രാൻസിൽ നടന്നൊരു വിപ്ലവമാണ്. ഫ്രാൻസിൽ പിന്നെ ലോകത്തെ തന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ച വിപ്ലവങ്ങളുടെ മാതാവ് എന്ന രീതിയിലൊക്കെ അറിയപ്പെടുന്ന ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം. ഈ ഒരു ഫ്രഞ്ച് വിപ്ലവം അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. ഫ്രഞ്ച് വിപ്ലവത്തെ പറ്റിയും പിന്നീട് അതിന് ശേഷം വന്ന നെപ്പോളിയനെ പറ്റിയൊക്കെ ഈ ഒരു ടോപ്പിക്കിലാണ് നമ്മൾ പഠിക്കാറ്. ഏറ്റവും കൂടുതൽ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് ഈ ഒരു ടോപ്പിക്കിൽ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം പൊതുവെ. പിന്നെ നാലാമതായിട്ട് നമുക്ക് പഠിക്കാൻ വരുന്ന ടോപ്പിക്കാണ് വ്യാവസായിക വിപ്ലവം. ഈ ഒരു വിപ്ലവത്തെ പറ്റി പറയുമ്പോൾ ഇത് നമുക്കറിയാം ബാക്കി നമ്മൾ പറഞ്ഞ 3 വിപ്ലവങ്ങളിലും ഓരോ രാജ്യത്ത് നടന്ന വിപ്ലവങ്ങളാണ്. ഒന്ന് ഇംഗ്ലണ്ടിലാണെങ്കിൽ മറ്റേത് അമേരിക്കയിലും പിന്നെ ഫ്രാൻസിലൊക്കെ. പക്ഷെ വ്യാവസായിക വിപ്ലവം എന്ന് പറയുമ്പോൾ ഇതൊരു രാജ്യത്ത് നടന്ന വിപ്ലവമല്ല, ഒരു സാങ്കേതിക വിപ്ലവം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റിയ ഇംഗ്ലണ്ടിൽ ആരംഭിച്ച് പിന്നെ യൂറോപ്പിലും പിന്നെ ലോകം മൊത്തം വ്യാപിച്ച ഒരു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ആണ് വ്യാവസായിക വിപ്ലവം. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ടോപ്പിക്കാണ്. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് പൊതുവെ ചോദിച്ച് കാണാറുള്ളൂ. എന്തായാലും ഇതും പഠിക്കേണ്ട ഒരു ടോപ്പിക് തന്നെയാണ് വേൾഡ് ഹിസ്റ്ററിയിൽ. പിന്നെ അഞ്ചാമത് നമുക്ക് പഠിക്കാൻ വരുന്ന ടോപ്പിക്കാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ഈ ഒരു വിപ്ലവത്തെ പറ്റി പറഞ്ഞാലും ഇതും ഒരു രാജ്യത്ത് നടന്ന വിപ്ലവം അല്ല, ഈ കാണുന്ന ഒരു കൂട്ടം രാജ്യങ്ങളെയാണ് നമ്മൾ ലാറ്റിൻ അമേരിക്ക എന്ന് പറയാറ്. ഈ ഒരു കൂട്ടം രാജ്യങ്ങളിൽ നടന്ന വിപ്ലവമാണ് ഏത് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. 18, 19 നൂറ്റാണ്ടുകളിലൊക്കെ ആയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് വിപ്ലവങ്ങൾ നടക്കുകയും ഒരുപാട് രാജ്യങ്ങൾ സ്വതന്ത്രമായി വരികയൊക്കെ ചെയ്തത്. അപ്പം അതിനെ പറ്റിയാണ് ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്. പിന്നെ ആറാമത് നമുക്ക് പഠിക്കാനുള്ള വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ഇതും ഫ്രഞ്ച് വിപ്ലവത്തെ പോലെ തന്നെ ഒരുപാട് ഫേമസ് ആയ വിപ്ലവമാണ്. ഒക്ടോബർ വിപ്ലവം എന്നും നല്ല രീതിയിലൊക്കെ ഈ ഒരു വിപ്ലവം അറിയപ്പെടുന്നുണ്ട്. ഇപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വിപ്ലവം ഏതാണെന്ന് ചോദിച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ റഷ്യൻ വിപ്ലവം എന്ന് നമുക്ക് പറയാൻ പറ്റും. നമുക്കറിയാവുന്നത് പോലെ തന്നെ റഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായ റഷ്യയിൽ നടന്ന 20ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവമാണ് ഏത് ഫ്രഞ്ച് വിപ്ലവം അല്ല, റഷ്യൻ വിപ്ലവം. ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവം കൂടിയാണ് റഷ്യൻ വിപ്ലവം. ഏറ്റവും അവസാന വിപ്ലവങ്ങളുടെ ഭാഗത്ത് നമുക്ക് പഠിക്കാൻ വരുന്ന ടോപ്പിക്കാണ് ചൈനീസ് വിപ്ലവം. ഇതും നമുക്കറിയാം ചൈനയിൽ നടന്ന വിപ്ലവമാണ്. ഇതും ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ്, 20ാം നൂറ്റാണ്ടിൽ നടന്ന വിപ്ലവമാണ്. ഈ 2 വിപ്ലവങ്ങളെ പറ്റിയും അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ്
എല്ലാ വർഷവും ചോദിച്ചു കാണാറുള്ള 2 ടോപ്പിക് തന്നെയാണ് റഷ്യൻ വിപ്ലവവും ചൈനീസ് വിപ്ലവവും. ഇത്രയും ടോപ്പിക്കാണ് പ്രധാനമായിട്ടും വേൾഡ് ഹിസ്റ്ററിയിൽ വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നത്. പിന്നെ ഒരു 4 ടോപ്പിക്കും കൂടെ ഉണ്ട്, നമുക്കിവിടെ കാണാം. അത് പ്രധാനമായിട്ടും യുദ്ധങ്ങളെ പറ്റിയാണ്. അപ്പം അതിൽ ഏറ്റവും ആദ്യം പഠിക്കാൻ വരുന്ന ടോപ്പിക്ക് 1-ാം ലോക മഹായുദ്ധത്തെ പറ്റിയാണ്. 1-ാം ലോക മഹായുദ്ധം നമുക്കറിയാം, ലോകത്തിൽ ഏകദേശം എല്ലാ രാജ്യങ്ങളും പങ്കെടുത്തുകൊണ്ട് ആദ്യമായിട്ട് നടന്നൊരു ഗ്ലോബൽ വാറാണ് 1-ാം ലോക മഹായുദ്ധം. പിന്നെ രണ്ടാമത്തെ ടോപ്പിക്ക് ഫാസിസവും നാസിസവും ആണ്. ഈ ഒരു ടോപ്പിക്കിൽ ഹിറ്റ്ലറെ പറ്റിയും മുസോളിനെ പറ്റിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. 1-ാം ലോക മഹായുദ്ധത്തിനും 2-ാം ലോക മഹായുദ്ധത്തിനും ഇടയിലായിട്ട് നടക്കുന്ന കുറച്ച് രാഷ്ട്രീയ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ടോപ്പിക്ക്. കമ്പാരിറ്റീവ്ലി കുറച്ച് ചെറിയ ടോപ്പിക്കാണ്, എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത ടോപ്പിക്ക് വരുന്നത് 2-ാം ലോക മഹായുദ്ധമാണ്. ഇത് നമുക്കറിയാം, ലോകത്ത് ഇന്നേ വരെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു യുദ്ധത്തിന്റെ കഥയാണ് 2-ാം ലോക മഹായുദ്ധം. അപ്പം അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ വർഷവും ചോദിക്കാറുള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്ക് ശീതയുദ്ധ കാലഘട്ടമാണ്. ശീതയുദ്ധ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൾഡ് വാറിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഇതെന്ന് പറയുമ്പോൾ 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് നടന്ന മറ്റ് പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളും യുദ്ധങ്ങളും രാഷ്ട്രീയമൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. അപ്പം ഇത്രയും ടോപ്പിക്ക് മാത്രമേ ആകെ മൊത്തം വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് PSCക്ക് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം, വിപ്ലവങ്ങളെ പറ്റി ഒരു 7 ടോപ്പിക്കും പിന്നെ യുദ്ധങ്ങളെ പറ്റി ഒരു 4 ടോപ്പിക്കും കൂടെ ചേർത്ത് ആകെ മൊത്തം ഒരു 11 ടോപ്പിക്ക് മാത്രമാണ് വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് PSCക്ക് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇത്രയും ചെറിയൊരു ഭാഗമാണ് വേൾഡ് ഹിസ്റ്ററി. പക്ഷേ ഇതിൽ ഓരോ ടോപ്പിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിന്റെ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച ടോപ്പിക്കുകളാണ് ഇതിൽ. അത്രയും പവർഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽഡിൽ നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പോൾ ഇതിലെ ഓരോ ടോപ്പിക്കിനെ പറ്റി നമ്മൾ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് വരും ദിവസങ്ങളിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ PDF നോട്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഓരോ വീഡിയോസിൻ്റെ ഒപ്പവും അതൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.